അബു വണ്ടി എടുത്തോ. പണി കിട്ടി. അനിയന്മാർ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയേ. ഞങ്ങളൊന്നും ചെയ്യരുത്. എടാ അനിയന്മാർക്ക് ഒരു അബദ്ധം പറ്റിയാന്ന്. ഇന്നലെ അങ്ങ് പൊയ്ക്കോട്ടല്ലേ. വണ്ടി കേട്ട് വണ്ടി. ഈ പന്നികളെ പേടിച്ചോ നമ്മുടെ സേതുവിനെ അങ്ങോട്ട് പോകാൻ പോയത്. വിഷ്ണുബുദ്ധൻ. എന്താ നിന്റെ പേര്? ലാലു. എൻ്റെ വലം കയ്യാ അവൻ വെട്ടിയെ. അതിന് ഞങ്ങൾ എനിക്ക് നിങ്ങളുടെ പണി ഇഷ്ടപ്പെട്ടു. അതിനൊരു സ്റ്റൈലുണ്ട്. എൻ്റെ ഒരു ലോഡ് സൂചിക്കോട്ടയിലുണ്ട്. അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. राजू जी, ये बुद्धन का नया लोग है. ഹലോ. ഹലോ. എത്ര വേണമെന്നാ പറഞ്ഞേ? ഇവിടം വരെ എത്തിക്കാനേ പറഞ്ഞുള്ളൂ. ബാക്കി നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്ന ബുദ്ധൻ സാറ് പറഞ്ഞത്. ये क्या बतिया रहे हैं? यही कि इनकी जिम्मेदारी सिर्फ माल यहाँ लाने की है, बाकी बातें बुद्धन से हमें करनी होगी. अब बेजोश का क्या डिमांड होगा? नमस्कार बुद्धन जी. जी आपका माल आ गया यहाँ पे, बट रेट के बारे में हमारा कोई डिस्कशन नहीं हुआ. जी आप बहुत ज़्यादा बोल रहे हैं. ये तो बहुत ज़्यादा है सर. जी आप सुरभि से बात कर लीजिए. एक मिनट. मैं क्या संभालो यार. ഹലോ. ആ ആ ശരി. 3 പെട്ടിന്ന് വെച്ചാ 3 പെട്ടി. സാറല്ലേ? ഡാഡി വരും, അകത്തേക്ക് ഇരിക്കാം. ഞങ്ങൾ ഇവിടെ നിന്നോളാം. ചായ വേണ്ട കേട്ടോ. എന്തുവാടാ? എന്താ പേര്? സിദ്ധു, സിദ്ധാർത്ഥ് ബുദ്ധൻ. മിണ്ടാരിടാ. ലാലു. തോന്നിയാസം കാട്ടാൻ പോയിട്ടല്ലേ? 1 ഇഞ്ച് മേലെ കയറുന്നെങ്കിൽ കഥ കഴിഞ്ഞേനെന്ന് ഡോക്ടർ പറഞ്ഞത്. നല്ല വല്ല ജോലിയും ചെയ്ത് ഇനിയെങ്കിലും ജീവിക്കാൻ നോക്കൂടെ? ഞങ്ങളുടെ ജയിലിലെ ഏറ്റവും നല്ല ജോലി ഞങ്ങളുടെതാ. താനൊന്നും നന്നാവില്ല. മറ്റേ പാർട്ടിയായിട്ടല്ലേ കൂട്ട്. സിസ്റ്ററെ, എനിക്ക് നന്നാവണമെന്നുണ്ട്. കുറച്ച് കാശൊക്കെ കൈ വന്നോട്ടെ. വികടൻ ഈ ജോലിയിൽ നിന്ന് മാറിക്കോളാം. ഞങ്ങള് വന്നു. എന്താ തട്ടിയോടാവനെ? നിന്റെ ദേഹത്ത് തൊട്ടവരാരും ഇന്ന് ഇല്ല അളിയാ. ഒതുങ്ങിക്കെടു ചേട്ടാ. ലാലു, ഇതങ്ങ് പിടി. ഒന്ന് മാറി നിൽക്കും. എക്കത്തിൻ്റെ കുടലും കീറി കാലിലും കെട്ടി കടലിൽ താത്തിട്ടുണ്ട്. അവളെ വിട്ടേക്കാവൂ. ചുമ്മാ പോണ്ടേ? ഞാൻ അങ്ങോട്ട് വന്നിട്ട് കുറെ കാലമായില്ലേ. നമുക്കെല്ലാവർക്കും ഒരു ദിവസം അവിടം വരെ പോവാം മാവാ. നീ ടെൻഷൻ അടിക്കണ്ട സൈമ, ഞാനല്ലേ ഇവിടെ. അമ്മയോട് ഇനി എന്ത് പറയുന്ന ഞാൻ ആലോചിക്കുന്നത്. നീ ചുമ്മാ പോയി അമ്മയും കൂട്ടി വാ.
ബാക്കി സെറ്റപ്പൊക്കെ അപ്പച്ചൻ നോക്കിക്കോളാം. അപ്പം ലോഡോ? അത് ഞങ്ങൾ ആരെങ്കിലും ചെയ്തോളാം. നീ പോയി ജോളി അടിച്ചു വാ മച്ചാ. നമ്മുടെ ഗീതു ആള് കുഴപ്പമില്ലടാ. പാവാടാ, നല്ല കുട്ടിയാ. അതല്ല, അവളൊരു ആരടാ ചരക്ക്? ആരടാ ചരക്ക്? ചരക്കാണത്ര. കണ്ടോ, ആ ബോട്ടിൽ മുഴുവൻ അടിച്ച് ഫിറ്റ് ആയിരിക്കാണല്ലേ. എന്ത് പറ്റിയടാ? പറന്നു പറന്നു ചെല്ലാൻ. നീ എന്തോ പറയാൻ വന്നല്ലോ. പറ്റാത്ത കാടുകളിൽ കൂടന്ന് കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. പൂമരക്കൊമ്പിൽ വികടം മുങ്ങിയടാ. എന്തെടുത്ത് മുങ്ങാൻ? എങ്ങോട്ട് മുങ്ങാൻ? വെറുതെ കള്ളു കുടിച്ചിട്ട് പിച്ചും പേയും പറയൽ സൈമ. വിഷ്ണുപുത്രന് കൊടുക്കാനുള്ള കാശ് കേട്ടാ ഒറ്റ മുങ്ങിയ മുന്നെയൊക്കെ. എടാ അവൻ എടാ ബുദ്ധന്റെ കാറ്. നമ്മളല്ലേ? ഒന്ന് ഒഴിക്കട്ടെ? ഒരു പേഗ് ആവാല്ലേ? യാ ഷോ. ഡാഡിക്ക് സിദ്ധു അടിക്കുന്ന കാര്യം അറിയോ? അയ്യോ, ഡാഡി അറിഞ്ഞാൽ കൊന്നു കളയും. പിന്നെ സീക്രട്ടായിട്ട് 1 or 2 അടിക്കുന്ന മാത്രം. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. സിദ്ധു വെറുതെ വന്നായിരുന്നോ? ഈ വഴി വന്നപ്പോൾ അടുത്ത് കയറിയെന്ന് മാത്രം. യു ഗൈസ് ഹാവ് ഫൺ. ഗുഡ് നൈറ്റ്. ഹലോ സിദ്ധു, ഡാഡി. ലാലുവിൻ്റെ ബാഗ് മേടിച്ചിട്ടോ? ഓക്കെ ഡാഡി, ഞാൻ മേടിച്ചോണ്ട് വരാം. ബാഗ് ഇന്ന് ഡാഡിക്ക് കൊടുത്തില്ലേ? കൊടുത്തോളാം. അല്ല, അത് എനിക്ക് തരാനാ പറഞ്ഞത്. ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാന്ന് പറഞ്ഞില്ലേ? അതെന്താ എനിക്കെന്നാ? തരാൻ മനസ്സില്ല. മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ ഡാഡിനെ വിളിച്ചു പറയും. അല്ല, ആ ബാഗ് ഇനി വേറെ ആർക്കെങ്കിലും മറിച്ചോ? നീ പോടാ തേക്കും പള്ളിയടി. ഇതിന് നീ അനുഭവിക്കൂലാലോ. നീ പോട ചെക്ക. ഓടാ തരത്തിപ്പോ തത്ര അവൻ്റെ ഒരു ഡയലോഗടി. ഒരെണ്ണൊഴി. ലാലു, ലാലു, ഓടിക്കോ ഓടിക്കോ.
Ah!